ഹായ് നമസ്കാരം. ഇന്ന് പാവയ്ക്ക വറുത്തതായാലോ? കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക 3-4 കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ നിന്നും കുരു മുഴുവനായിട്ടും എടുത്തു കളയുക. പാവയ്ക്ക വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വയ്ക്കുക. അതിലേക്ക് ഇപ്പോൾ ഒരു വലിയ പാവയ്ക്കയാണെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി, അതോ അല്ലെങ്കിൽ കടലമാവ് ഇതിലേതെങ്കിലും ചേർത്ത് പിന്നെ ഒരു സ്പൂൺ വെള്ളവും കൂടി ചേർക്കുക. ലേശം കറിവേപ്പിലയും നല്ലതാണ്. അതുകൂടെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളച്ച വെളിച്ചെണ്ണയിലേക്ക്, ഇവിടെ ഞാൻ തവിടെണ്ണയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് ഇട്ട ശേഷം 2 വശവും നന്നായി മൊരിഞ്ഞ് നമുക്കെടുത്ത് ഉപയോഗിക്കാം. പാവയ്ക്കയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, ഫൈബർ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പല രോഗാവസ്ഥകൾ കുറയ്ക്കാനും ഒക്കെ സഹായകമാണെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ പാവയ്ക്ക ജ്യൂസ് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമാണ് താനും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മിതമായ തോതിൽ വേണം പാവയ്ക്ക ഉപയോഗിക്കാനായിട്ട്. ഇതിൽ ജ്യൂസ് നേരിട്ട് കഴിക്കാതെ ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതായത് പകുതിയിലധികം വെള്ളം ചേർത്തിട്ട് വേണം ഈ ജ്യൂസ് കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവർ, ഷുഗർ പേഷ്യൻസ് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഷുഗർ നില കൃത്യമായിട്ട് പരിശോധിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഷുഗർ പെട്ടെന്ന് തീരെ താണു പോകാനുള്ള സാധ്യതയുണ്ട്.